आज आप और एक अच्छा मौका दिया है उसके लिए धन्यवाद। നമുക്ക് കർത്താവിന്റെ വചനത്തിലേക്ക് തിരിഞ്ഞ് ചില കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാം. आओ आज हम लोग प्रभु के वचन की ओर मुड़े और थोड़ा बातों को मनन करेंगे। 1 कोരിന്ത്യർ 14 32 വാക്യത്തിൽ നിന്നാണ് ഇന്ന് വായിക്കുന്നത്. आज हम लोग पहला कोरिन्थी 14 उसका 32 से हम पढ़ेंगे। ദൈവം കലക്കത്തിന്റെ ദൈവമല്ല, സമാധാനത്തിന്റെ ദൈവമാകുന്നു. आ, 1 കോരിന്ത്യർ 14 അതിന് 32 हाँ, उसका 33 में हम पढ़ते समय, क्योंकि परमेश्वर गड़बड़ी का नहीं। നമ്മുടെ ദൈവം കലക്കത്തിന്റെ ദൈവമല്ല. हमारा परमेश्वर गड़बड़ी का परमेश्वर नहीं परंतु शांति का है। അപ്പോൾ ഹൃദയം കലങ്ങുക എന്നുള്ളത്, കലക്കുക അല്ലെങ്കിൽ മനുഷ്യനെ ആരംഭം മുതൽ ഹൃദയം കലങ്ങുന്ന ഒരവസ്ഥയിൽ പ്രവർത്തിക്കുന്ന ഒരു അദൃശ്യ ശക്തിയുണ്ട്. ഹൃദയത്തെ സമാധാനത്തിലും ദൈവിക സന്തോഷത്തിലും കൊണ്ടുവരുന്ന ദൈവപ്രവൃത്തിയുമുണ്ട്. तो दुनिया में हम देखते हैं कि दो सामर्थ ऐसा है जो कार्य करता है। एक है गड़बड़ी लाना, लोगों में कंफ्यूजन लाना, जिसकी वजह से परमेश्वर से दूर हो जाता है। और ये दुष्टात्मा का काम है जो मनुष्य के हृदय में हमेशा गड़बड़ी लाता है। और उसी के साथ साथ परमेश्वर का आत्मा है जो शांति देता है, मेल कराता है और विश्राम में पहुंचाता है। സർവ്വ സൃഷ്ടികളും മനുഷ്യരെല്ലാം ദൈവത്തിന്റെ സൃഷ്ടിയാണ്. और हम जानते हैं कि मनुष्य सभी लोग परमेश्वर की सृष्टि है। ദൈവത്തിന് നമ്മളോടുള്ള രണ്ട് തരത്തിലുള്ള ദൈവത്തിന്റെ റെസ്പോൺസിബിലിറ്റിയെ കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ട് നമുക്ക് വിഷയത്തിലേക്ക് വരാം. इसके लिए हम लोग सबसे पहला परमेश्वर को मनुष्य के ऊपर जो दो जिम्मेदारियां है वो बात को पहला हम लोग देखकर हम ये विषय में आएंगे। നമ്മുടെ യെശയ്യാവിന്റെ പുസ്തകം 43 ഐസായ 43 में हम पढ़ते हैं। അവിടെ അതിന്റെ 1 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു. 43 का 1 पढ़ेंगे। ए इज़राइल तेरा रचने वाला और ए याकूब तेरा सृजनहार यहोवा अब यो कहता है, मत डर, क्योंकि मैंने तुझे छुड़ा लिया है, मैंने तुझे नाम लेकर बुलाया है, तू मेरा ही है। നമുക്ക് ആദ്യം നമ്മൾ വായിക്കുന്നത് നിന്നെ സൃഷ്ടിച്ചവനായ ദൈവം. वहां पर कहता है कि मैं यहोवा जो तेरा सृजनहार हूँ। അപ്പൊ മനുഷ്യവർഗം മുഴുവനും ദൈവത്തിന്റെ സൃഷ്ടിയാണ്. ദൈവമാണ് മനുഷ്യവർഗത്തിന്റെ സൃഷ്ടികർത്താവ്. यानी कि क्या पूरा मनुष्य जात का सृष्टिकर्ता परमेश्वर है, जिन्होंने सभी मनुष्य जात को मनुष्य को सृष्टि किया। അപ്പോൾ അത് നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 1 അധ്യായത്തിലെ 1 വാക്യത്തിൽ വായിക്കുന്നുണ്ട്. യേശുവാണ് സകലവും സൃഷ്ടിച്ചത്, അവനായിട്ടാണ് സകലവും സൃഷ്ടിച്ചത്. और हम यूहन्ना का पुस्तक में भी पढ़ते हैं, आदि में जो वचन था जिसके द्वारा सब कुछ आया और सब उसी के द्वारा आया है। എന്നാൽ ഈ സൃഷ്ടി സാത്താന്റെ കൈകളിൽപ്പെട്ട് ഒരു ഭയത്തിന്റെ നിഴലിലേക്ക് വീണുപോയ അവസ്ഥയാണ് മനുഷ്യവർഗത്തിനുള്ളത്. परंतु अभी मनुष्य का अवस्था क्या हो गया है कि सारा सृष्टि जो है शैतान के हाथ में होने के आदि में चले जाने की वजह से एक भय और एक डर का अवस्था में वो मनुष्य सृष्टि पूरा गिर गया। അപ്പൊ മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത് ഭയപ്പെടുത്തുന്ന നിലയിൽ, മനുഷ്യനെ ഒരു ഒരു ഭീതിയുടെ മുകളിൽ നിർത്തി മനുഷ്യനെ എല്ലാം ന്യായം വിധിച്ച് നരകത്തിൽ തള്ളും എന്ന ഒരു ഭീതിജനകമായ അന്തരീക്ഷം ഉണ്ടാക്കാനല്ല ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. परमेश्वर ने जब मनुष्य को शुरुआत में जब आरंभ में सृष्टि किया था, वो परमेश्वर का ये इच्छा नहीं था कि मनुष्य हमेशा डर डर के जिए, भय में जिए, तुम लोग मर जाओगे, नरक में चले जाएंगे, नरक में डाल दिया जाएगा। ऐसा न्याय करने वाला और अंत करने वाला परमेश्वर है, इस रीति का इच्छा परमेश्वर का नहीं था। അപ്പോൾ അങ്ങനെയുള്ള മനുഷ്യഹൃദയത്തിൽ മനുഷ്യഹൃദയമെല്ലാം ഭയപ്പെട്ട് ഒരു ഭീതിയില് സമാധാനമില്ലാതെ കലങ്ങി മറിഞ്ഞ ഒരു അന്തരീക്ഷത്തിലാണ് ദൈവം വീണ്ടെടുപ്പിന്റെ വാഗ്ദാനവുമായിട്ട് അവിടെ വരുന്നത്. അതേ വാക്യത്തിലുണ്ട്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു. परंतु जब सारा मनुष्य भय में और डर में और चंचलित मन में और वेदना में जब वो लोग गिरते समय में परमेश्वर ने आकर क्या किया, हम लोग यशायाह 43 में पढ़ते समय में वो कहता है कि अब तुम लोग मत डरो, क्योंकि तुम्हारा छुड़ाने वाला आ चुका है, क्योंकि यहोवा परमेश्वर ही है जो छुड़ाएगा। എന്നാൽ ഇത് നമുക്ക് ഇന്ന് വിശ്വാസികൾക്ക് അല്ലെങ്കിൽ ക്രിസ്തീയ സഭയ്ക്ക് അറിയാവുന്നതുപോലെ ഇസ്രയേലിന് അറിയത്തില്ല. ഇസ്രയേൽ ഇന്നും ഭയത്തിന്റെയും ഭീഷണിയുടെയും യുദ്ധത്തിന്റെ ശ്രുതിയും യുദ്ധവും ഒഴുക്കി അവര് ഭയത്തിലും നിരാശയിലും കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്.
परंतु आज जो मंडली कलीसिया जिस रीति से ये छुटकारे के बारे में और प्रभु ने जैसा हमें छुड़ाकर हमें संभाला है करके इस विषय का बोध्य में आज भले हम लोग जी रहे हो, परंतु इसराइल को आज भी ये बात का अवस्था एहसास उनको नहीं है। इसलिए आज भी वो लोग डर में और न्याय का विधि का अवस्थे में और अशांति का अवस्थे में और युद्ध का दशा में वो लोग जी रहे हैं। ഇനി ഇസ്രായേലിന് ഭയമില്ലാതെ നിർഭയമായി വസിക്കുന്ന ഒരു അന്തരീക്ഷം ദൈവം സൃഷ്ടിക്കുകയും അവരെ അനുഗ്രഹിച്ച് ഭയമില്ലാത്തവരാക്കി തീർക്കുകയും ചെയ്യുന്ന പ്രവചനം അല്ലെങ്കിൽ വീണ്ടെടുപ്പിന്റെ ആ നിവൃത്തിയെ കുറിച്ച് ഈ 43 അധ്യായത്തിൽ തന്നെ പറയുന്നുണ്ട്. और अगर हम लोग ये 43 अध्याय को ही अगर हम लोग ध्यान से अगर हम पढ़ेंगे तो हम देखते हैं कि परमेश्वर अभी इज़राइल को बहुत जल्दी इस न्याय का डर से हटाकर, एक डरा हुआ अवस्थे से हटाकर और जो जो युद्ध का दशा है उससे हटाकर उनको बचाकर एक शांति का अनुभव में लेकर आने का परिस्थिति में लेकर आएगा करके यही 43 अध्याय में पढ़ते समय में हम देखते हैं। നമുക്കത് ഈ 43 അധ്യായം 19ഉം 20ഉം വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇസ്രായേലിന് വേണ്ടി ദൈവം അവരുടെ കലങ്ങിയ ഹൃദയത്തെ സമാധാനപരമാക്കി തീർക്കാൻ യേശു ചെയ്ത പ്രവൃത്തി വിശ്വസിക്കാത്തത് കൊണ്ട് അവർക്ക് ഇനിയും ദൈവം ഒരുക്കാൻ പോകുന്ന ചില കാര്യങ്ങളെ കുറിച്ചാണ്, ഭൗമികമായ നിലയെ കുറിച്ചാണ് അവിടെ നമ്മൾ വായിക്കുന്നത്. അതിന്റെ 19 20 വാക്യങ്ങൾ. इज़ाया 43 का 19-20 पढ़ते समय में परमेश्वर अभी इज़राइल के विषय में कहने जा रहा है कि उनको अभी कह रहा है कि किस रीति से मैं अभी उनके ऊपर कार्य करूंगा। एक ऐसा इज़राइल जो डर और युद्ध में का दशा का डर में जी रहा है। 19-20 पढ़े। देखो मैं एक नई बात करता हूँ, वह भी प्रकट होगी, क्या तुम उससे ना अनजान रहोगे? मैं जंगल में एक मार्ग बनाऊंगा और निर्जल देश में नदियां बहाऊंगा। 20। गीदड़ और शुतुर्मुर्ग और जंगली जंतु तेरी मेरी महिमा करेंगे, क्योंकि मैं अपनी चुनी हुई प्रजा के पीने के लिए जंगल में जल और निर्जल देश में नदियां बहाऊंगा। ഇവിടെ നോക്കുക, ഇസ്രായേലിനെ അനുഗ്രഹിക്കാനായിട്ട് ദേശത്ത് മുഴുവനും സമാധാനം കൊണ്ടുവരുമ്പോൾ വെറും കാട്ടുമരുഭൂമിയിൽ ജീവിക്കുന്ന മൃഗങ്ങൾ പോലും, കുറുക്കന്മാർ പോലും ദൈവത്തെ നന്ദി പറയുന്ന ഒരു സ്ഥിതിയിലേക്ക് ദൈവം ഇസ്രായേലിനെ അനുഗ്രഹിക്കും. അതാണ് നമ്മുടെ വായിച്ചത്. हाँ, अभी हम देखते हैं പക്ഷികളും कि इज़राइल जो यहाँ पर जो युद्ध भूमि में क्षेत्र में जी रहे हैं और मरुभूमि में रेगिस्तान के दशा में जीने वाला ये लोगों को प्रभु जब उनके जीवन में शांति का करार लाकर 1000 साल का युग जब शुरू करेगा, उस शांति का युग में 1000 साल के युग में जो धार्मिकता का युग रहेगा, वहां पर प्रभु इजरायली लोगों को इतना शांति देगा, इतना खुशी और इतना आनंद रहेगा कि वहां के जो जंगल में रहने वाले जंगली जानवर जो है, जो गिदड़ हो, इस तरह का लोमड़िया, ये सब के सब जानवर लोग भी परमेश्वर को महिमा करेंगे। उस दशा में परमेश्वर लोगों के बीच में सृष्टियों के बीच में शांति लाएगा। അവിടെ ആ കാട്ടുമൃഗങ്ങളുടെ പ്രകൃതി, ഒട്ടകപ്പക്ഷി എന്ന് പറയുന്നത് ഒരു ജ്ഞാനമില്ലാത്തതാണ്, ദൈവത്തെ ആദരിക്കാത്തതാണ്, കുറുക്കന്മാര് ഭയങ്കര സൂത്രശാലികളാണ്. എങ്കിൽ പോലും ഇവയെല്ലാം ഇസ്രായേലിന്റെ നന്മയിൽ, ഇസ്രായേലിന് ദൈവം കൊടുക്കുന്ന നന്മയിൽ അവരും അനുഗ്രഹിക്കപ്പെടുന്നതായിട്ടാണ് നമ്മൾ വായിക്കുന്നത്. तो यहाँ पर हम जब ये पशुओं को, जंगली जानवरों को, जब जंतुओं को देखते समय में ये जो गीदड़ है और शतुरमुर्ग है, ये सब जो ये ज्ञानी ज्ञानी जो गीदड़ है वो स्वयं ज्ञानी है और शतुरमुर्ग जो चिड़िया जो को देखते समय में उसको खुद का ज्ञान कुछ भी नहीं है, एक मूर्ख चिड़िया है। तो इस तरह का मंद और जो परमेश्वर के खिलाफ वाला चिड़िया है, जो श्रापित चिड़िया जो जानवर है, वो लोग भी परमेश्वर को महिमा कर सके, उस रीति का शांति का अनुभव प्रभु इज़राइल में लाएगा। അപ്പോൾ ഇതെങ്ങനെയാണ് അവർക്ക് കിട്ടുന്നതിന് മുൻപേ സഭയ്ക്ക് ഈ അനുഗ്രഹം എത്തിച്ചേരുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത്. परंतु ये सब इज़राइल को जो एक दिन मिलने वाला है, उसके पहले प्रभु ने कलीसिया को ही पहले से ये बात दे दिया है करके भी ये विषय को हम देखेंगे। ഇന്ന് സഭയാണ് വീണ്ടെടുക്കപ്പെട്ട ജനം. आज कलीसिया है प्रभु का छुड़ाया हुआ लोग। നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നമ്മളെ ദൈവത്തിനായി വീണ്ടെടുത്ത് അവന്റെ രക്തം കൊണ്ട് നമ്മളെ കഴുകി ശുദ്ധീകരിച്ച് നമ്മളെ ദൈവത്തിന് പുരോഹിതന്മാരും രാജാക്കന്മാരും ആക്കി തീർത്തു എന്ന് നമ്മള് വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ വായിക്കുന്നുണ്ട്. प्रकाशित का पुस्तक 1 अध्याय का 5 और 6 में पढ़ते समय में अभी हम लोग परमेश्वर के चुने हुए लोग हैं, जो प्रभु ने अपने लहू देकर हमें छुड़ाया और हमें राज्य और याजक बनाया करके हम पढ़ते हैं। അപ്പോൾ ഒരു പാപി എന്ന നിലയിൽ നമുക്ക് ദൈവത്തോട് സമാധാനമില്ലാതിരുന്ന അവസ്ഥയാണ് കലങ്ങി മറിഞ്ഞ ഹൃദയം. तो जब हम लोग पापी थे, ऐसे अवस्था में रहते समय में हम लोग एक ऐसा अशांति अवस्था में और दुखी अवस्था में हम लोग एक समय में जी रहे थे। അപ്പോൾ ഇവിടെ
ആർക്കാണ് വാസ്തവത്തിൽ ദൈവത്തിന്റെ കൃപ വന്നെത്തിയിരിക്കുന്നത്, അല്ലെങ്കിൽ ദൈവത്തിന് സമാധാനം കണ്ടെത്താൻ കഴിഞ്ഞത്? ദൈവത്തിനാണ് യഥാർത്ഥ സമാധാനമുള്ളത്, സാത്താന് സമാധാനമില്ല. तो यहाँ पर कौन है जिसको वास्तव में देखा जाए तो शांति से पूर्ण भरा हुआ है? वो है परमेश्वर है। शांति, परमेश्वर हमेशा शांति से भरा हुआ परमेश्वर है। शैतान है जिसके पास अशांति है। അപ്പോൾ മനുഷ്യവർഗത്തിന് വേണ്ടി ദൈവം നരകം തയ്യാറാക്കിയിട്ടില്ല. तो परमेश्वर ने मनुष्य जात के लिए कभी भी नरक तैयार नहीं किया। ആരാണ് സമാധാനം കണ്ടെത്താത്ത ജനം? तो ऐसा कौन है जो अशांति, जिसके पास शांति नहीं है, ऐसा लोग कौन है? സമാധാനമില്ലാതെ, ദൈവത്തിന്റെ സമാധാനമില്ലാതെ മാനുഷിക നിലയിൽ സമാധാനം കണ്ടെത്തിയ ഒരു ജനമാണ് തങ്ങൾ മരിച്ചതിന് ശേഷം നരകത്തിലേക്ക് പോകുന്നത്. तो ऐसा लोग, ऐसा मनुष्य जो ईश्वरीय शांति नहीं पाया, परंतु वो लोग ने दुनिया में, दुनिया की बातों को, संसार की बातों में अपना शांति बनाकर, इस सृष्टि की चीजों को लेकर शांति बनाकर जीने वाले लोग हैं। मरने के बाद वो लोग नरक में जाएंगे। നമ്മളവിടെ യോബിന്റെ പുസ്തകം 20-ാം അധ്യായത്തിൽ 21-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു. अय्यूब का पुस्तक 21 में हम इस रीति से पढ़ते हैं। അവിടെ 21-ാം അധ്യായത്തിന്റെ 7 മുതൽ വായിക്കുമ്പോൾ 21 का 7 से जब हम पढ़ते हैं, 21:7 पढ़े। क्या कारण है कि दुष्ट लोग जीवित रहते हैं, वरन बूढ़े भी हो जाते हैं और उनका धन बढ़ता जाता है। उनकी संतान उनके संग और उनके बाल बच्चे उनके आंखों के सामने बने रहते हैं। ഓക്കെ, അതിന്റെ 9-ാം വാക്യത്തിൽ വായിക്കുന്നുണ്ട്, इसका 9 में भी हम पढ़ेंगे। 9 पढ़ना। അവരുടെ വീടുകളിൽ ഭയം കൂടാതെ സുഖമായിരിക്കുന്നു, ദൈവത്തിന്റെ വടി അവരുടെ മേൽ വരുന്നതുമില്ല. 9 पढ़ना। उनके घर में भय रहित कुशल रहता है और ईश्वर की छड़ी उन पर नहीं पड़ती। ഇനി അതിന്റെ 13-ാം വാക്യം, अभी उसका 13 वाक्य, 12-ാം വാക്യം, അവർ തപ്പോടും കിന്നരത്തോടും കൂടെ പാടുന്നു, കുഴലിന്റെ നാദത്തിൽ സന്തോഷിക്കുന്നു. 12 पढ़ना। वे डफ और बीना बजाते हुए गाते और बांसुरी के शब्द से आनंदित होते हैं। അവർ സുഖമായി നാൾ കഴിക്കുന്നു, മാത്ര കൊണ്ട് പാതാളത്തിലേക്ക് ഇറങ്ങുന്നു. और 13 भी पढ़ेंगे। वे दिन सुख से बिताते और पल भर ही में अधोलोक में उतर जाते हैं। അപ്പൊ ഇവിടെ നമ്മൾ വായിക്കുന്നത്, നരകത്തിൽ പോകുന്നവരൊക്കെയും ഭൂമിയിൽ ജീവിച്ചപ്പോൾ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഭൗമികമായ സന്തോഷം അനുഭവിച്ചവരാണ്. तो यहाँ पर हम पढ़ते हैं कि जो पाताल में जाने वाले, अधोलोक में जाने वाले लोग कौन लोग हैं? वो ऐसे प्रकार के लोग हैं जो दुनिया में, संसार में जीते समय में सुख शांति में खुशी से और शांति पाकर जीने वाले लोग थे। എന്നാൽ അതിന്റെ 14-ാം വാക്യം, 21-ന്റെ 14, वही 21 का 14 भी पढ़ेंगे। 14। तो भी वे ईश्वर से कहते थे कि हमसे दूर हो, तेरी गति जानने की हमको इच्छा नहीं रहती। അവർ ദൈവത്തോട് ഞങ്ങളെ വിട്ടുപോകാ, നിന്റെ വഴി അറിയാൻ നീ ആരെ എന്ന് ചോദിക്കുന്നു. तो भी वो लोग ईश्वर को कहते हैं कि तू कौन है, हम तुझे नहीं जानते, कि तेरा रास्ता को जानने के लिए तू कौन है कि हम तेरा रास्ता को जाने। അതിന്റെ 21-ന്റെ 14 വായിക്കുകയാണ്, ഞങ്ങളെ വിട്ടുപോ. वहां पर 14 में कहता है कि हे ईश्वर तू हमसे दूर हो जा। അപ്പൊ ഇങ്ങനെ ഇരിക്കുന്ന സന്ദർഭത്തിലാണ് ദൈവം തന്റെ പുത്രനെ അയച്ച് ദൈവത്തോട് അടുപ്പിക്കാൻ, അല്ലെങ്കിൽ ഒരിക്കലും ഞങ്ങൾ ദൈവത്തോട് അകന്നു പോയവരാണെന്നും ഞങ്ങൾക്ക് ദൈവത്തോട് അടുക്കണമെന്നും അങ്ങനെ ദൈവത്തിന്റെ സമാധാനം പ്രാപിക്കണമെന്നും അറിയുന്ന ഒരു ജനമാണ് ഇന്ന് സഭയായിട്ട് തീർന്നിരിക്കുന്നത്. तो ऐसा हालत में जब मनुष्य परमेश्वर को कहता है हमसे दूर हो जाए, ऐसे हालत में मनुष्य जात जिंदा रहते समय में परमेश्वर ने अपना पुत्र को भेजकर और अपना उद्धार को दिया, जिसके वजह से अभी हम लोग उस उद्धार को जानकर हम लोग परमेश्वर के निकट आकर परमेश्वर को हम जान पाए। അപ്പൊ ദൈവം തന്റെ സമാധാനം ഭൂമിയിൽ അയക്കുമ്പോൾ അത് സ്വീകരിക്കുന്നത് ദൈവത്തിന് മഹത്വവും, അത് സ്വീകരിക്കപ്പെടുന്നവർക്ക് സമാധാനവും കിട്ടുന്ന ഒരു അനുഗ്രഹ വിഷയം ദൈവം ഭൂമിയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. इसके लिए परमेश्वर ने अपना पुत्र को इस दुनिया में भेजते समय में जो कोई भी उस पुत्र को स्वीकार करेगा, स्वीकार करने, क्योंकि परमेश्वर का पुत्र का उद्धार को जो स्वीकार करता है, हमने स्वीकार किया, इसके लिए परमेश्वर को महिमा मिलता है और हमने स्वीकार करने की वजह से हमें शांति मिलता है। इस रीति का आशीष प्रभु ने दुनिया को दिया है अपना पुत्र को भेजकर। ദൈവത്തിന് മഹത്വം കിട്ടാതെ നമ്മൾ മാത്രം അനുഗ്രഹിക്കപ്പെടുന്ന ഒരു വഴി ദൈവത്തിനില്ല. मतलब हम लोग अकेला आशीष पाए और उस आशीष में परमेश्वर को महिमा नहीं मिलेगा नहीं, तो ऐसा कोई रीति रास्ता प्रभु ने रखा नहीं है। परमेश्वर जो भी करता है अपना महिमा के लिए करता है। അപ്പോൾ നമ്മൾ ഏതെങ്കിലും നിലയിൽ അനുഗ്രഹം പ്രാപിക്കുന്നു എന്ന് തോന്നി സന്തോഷിക്കുന്നെങ്കിൽ നമ്മളെ ആത്മാവിൽ മനസ്സിലാക്കണം, ഞാൻ അനുഭവിക്കുന്ന ഈ സന്തോഷത്തിന് ദൈവം മഹത്വപ്പെടുന്നുണ്ടോ,
അല്ല എങ്കിൽ നമ്മൾ യോബിന്റെ പുസ്തകത്തിൽ വായിച്ചതുപോലെ അവർ പാട്ടോടും നൃത്തത്തോടും സംഗീതത്തോടും സന്തോഷിച്ചിരുന്നു, പക്ഷെങ്കിൽ മരിക്കുമ്പോൾ അവർ നരകത്തിലേ പോകത്തുള്ളൂ. तो इसके लिए हमारा जीवन में आया हुआ जो भी प्रकार का खुशी है, शांति है और आनंद है और आशीष है, ये सब मिल मिल रहा है, हमें मिला है करके बोलने के बाद क्या इसके पीछे परमेश्वर को महिमा मिल रहा है कि नहीं करके ये बात को भी हमें परखना है। अगर हमारा खुशी में और हमारा आशीष में परमेश्वर को महिमा नहीं मिल रहा है तो हम लोग संसार के लोगों के समान है, जो हमेशा नाच गाना खुशी और आनंद तो रहेगा परंतु मरने के बाद अधोलोक में चले जाएंगे, नरक में चले जाएंगे। അപ്പോൾ ഒരു മനുഷ്യൻ പാപത്തിൽ വീട് കഴിഞ്ഞപ്പോൾ സാത്താന്റെ തന്ത്രം ദൈവത്തിന് അപമാനം വരുത്തുകയും ദൈവത്തിന് അപമാനം വരുത്തുന്ന വ്യക്തിയിൽ ഹൃദയത്തിൽ അവരെ അസമാധാനം വരുത്തുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷമാണ്. അതുകൊണ്ടാണ് ഈ അസമാധാനം, ദൈവത്തോടുള്ള സമാധാനമില്ലായ്മ മറക്കാൻ വേണ്ടിയാണ് ഭൗമികമായ അനുഗ്രഹങ്ങൾ സാത്താൻ കൊടുത്ത് അവരുടെ കണ്ണ് കുരുടാക്കുന്നത്. കാരണം ഈ ലോകത്തിന് ദൈവം അവിശ്വാസികളുടെ കണ്ണ് കുരുടാക്കി അവർ ചിന്തിക്കുന്നത് ഈ ഭൂമിയിൽ എന്ത് സന്തോഷിക്കാലും അത് ദൈവം തന്നതാണെന്നുള്ള തിരിയിൽ അവർ വഞ്ചിക്കപ്പെടുന്നു. इसलिए शैतान सबसे ज्यादा चालाकी से इस दुनिया के लोगों को अंधा कर देता है और वो अंधा कर कर लोगों को भरमाता है, भटकाता है। और वो भ्रम में मनुष्य जात जीते समय में उन लोग अवस्था ऐसा हो जाता है कि शैतान का लक्ष्य यही है कि परमेश्वर को किसी भी रीति से मनुष्य जात से अनादर मिले। इस रीति से वो मनुष्य को हमेशा भटका कर भ्रम में रखता है और संसार का खुशी देकर, संसार का आनंद देकर संसार का मोह में गिरा देता है, ताकि मनुष्य जात परमेश्वर की सेवा ना करे बल्कि संसार में बातों को कमा कर जिए। और लोगों को झूठ, और शैतान लोगों को झूठ क्या बोलता है कि तुमने अगर संसार को कमा लिया मतलब परमेश्वर ने तुम्हें आशीष किया। അപ്പൊ നമ്മളിവിടെ വായിച്ച കുറിവാക്യം എന്ന് പറയുന്നത് ദൈവം കലക്കത്തിന്റെ ദൈവമല്ല സമാധാനത്തിന്റെ ദൈവമാണ് എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ മനുഷ്യനെ എല്ലാം സമാധാനത്തിലാക്കി ജീവിപ്പിക്കുകയും അവസാനം മരിക്കുമ്പോൾ നരകത്തിൽ പോവുകയും ചെയ്യുന്നത് ദൈവത്തിന്റെ പ്രവൃത്തിയല്ല. तो आज हमने शुरुआत में जो वाक्य पढ़ा पहला कोरिन्थी 14 का 33 में कि परमेश्वर गड़बड़ी का परमेश्वर नहीं बल्कि शांति का परमेश्वर है। मतलब क्या, दुनिया में सभी मनुष्य जात को परमेश्वर दुनिया का चीजें आशीष देकर उनको शांति और खुशी देने के बाद फिर वही मनुष्य जात को पकड़कर नरक में डाल देने के लिए इस तरह का परमेश्वर नहीं है हमारा। നമ്മള് ലാസറിനെയും ധനവാനെയും കാര്യത്തിൽ വായിക്കുന്നുണ്ട്. ആ ധനവാൻ ഭൂമിയിൽ ജീവിച്ചിരുന്നപ്പോൾ സന്തോഷവാനായിരുന്നു. हम लोग लाजरस और धनवान का उस कहानी में उस घटना में हम देखते हैं कि धनवान जो है इस दुनिया में बहुत ही शांतिपूर्वक खुशी से जीने वाला व्यक्ति था, പക്ഷെ അവൻ മരിച്ചപ്പോൾ നരകത്തിൽ പോയി. परंतु जब वो मरने के बाद कहाँ गया? यातना दुख लोक में गया। അപ്പൊ ദൈവം അവനെ കലക്കി, അല്ലെങ്കിൽ ഭൂമി ജീവിച്ചപ്പോൾ അവന് നന്മ കൊടുത്ത് അവനെ സമാധാനപ്പെടുത്തി, മരിച്ചപ്പോൾ നരകത്തിൽ. അങ്ങനെ കലക്കത്തിന്റെ ദൈവമല്ല. അതുകൊണ്ടാണ് നമ്മൾ ശരിക്കും ദൈവത്തിന്റെ പദ്ധതിയെ നമ്മൾ മനസ്സിലാക്കണം. तो इसके लिए तो परमेश्वर गड़बड़ी का परमेश्वर नहीं है कि परमेश्वर धनवान को दुनिया में आशीष दिया, फिर आशीष देने के बाद सब प्रकार का खुशी देने के बाद फिर उसको नरक में ढकल दिया करके इस तरह का गड़बड़ी करने वाला ईश्वर नहीं है हमारा। इसलिए प्रभु का स्वभाव को हमें जानना जरूरी है। അപ്പം ദൈവം തന്റെ പുത്രനെ അയച്ചത് മനുഷ്യവർഗത്തെ അനുഗ്രഹിക്കാൻ വേണ്ടിയാണ്. पर हम जानते हैं कि परमेश्वर ने अपना पुत्र को इसलिए भेजा ताकि उसका पुत्र के द्वारा लोग आशीष पाए। ദൈവത്തിന്റെ സമാധാനം മനുഷ്യ ഹൃദയത്തിൽ കിട്ടണം. और परमेश्वर का शांति मनुष्य का हृदय में आए, അത് ദൈവത്തിന് അത് മഹത്വമാവും. जिसके वजह से परमेश्वर का महिमा, अगर शांति अगर लोगों को मिलता है तो उसके द्वारा परमेश्वर को महिमा होगा। അപ്പൊ ഇത് രണ്ടും ഒരുമിച്ച് പോകണം. അപ്പൊ അനുഗ്രഹം എന്ന് പറയുകയും ദൈവത്തിന് മഹത്വം കിട്ടാതിരിക്കുകയും ചെയ്യുമ്പോൾ അവർ വഞ്ചിക്കപ്പെടും, അവർ നശിച്ചു പോകും. तो ये दोनों बातें, शांति और महिमा दोनों साथ में जाने वाली बात है। तो लोगों को शांति देने के बाद भी अगर परमेश्वर को महिमा नहीं है, मतलब एक झूठा भ्रम में जी रहे मनुष्य, जिसके वजह से वो लोग धोखा में जी रहे हैं। അപ്പൊ നമ്മള് ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം लूका का सुसमाचार उसका 2 अध्याय में അതിന്റെ 14-ാം വാക്യത്തിൽ വളരെ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളുടെ കണ്ടന്റ് മുഴുവൻ അതിനകത്തുണ്ട്. लूका 2:14 अभी हम जो बोल रहे हैं उसका पूरा बात हम उसमें हम देख सकते हैं, पढ़ सकते हैं। 14 पढ़े कि आकाश में परमेश्वर की महिमा और पृथ्वी पर उन मनुष्यों में जिनसे वह प्रसन्न है शांति हो। യേശു കർത്താവ് ഭൂമി ജനിച്ചതിനോടുള്ള ബന്ധത്തിലാണ് ദൂതന്മാർ ഈ പാട്ട് പാടുന്നത്. जब यीशु मसीह इस दुनिया में जन्म लेते समय में स्वर्ग का स्वर्गदूत लोग ये गीत गा रहे थे। അതിന്റെ 10-ാം വാക്യത്തിലുണ്ട്, 2:10. यही 2:10 में भी हम पढ़ते हैं। ദൂതൻ അവരോട് ഭയപ്പെടേണ്ട. നോക്കുക, നമ്മള് 43-ാം യെശയ്യാവിന്റെ പുസ്തകം 43-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടു, നിന്നെ സൃഷ്ടിച്ചവനും എന്നിട്ട് വീണ്ടെടുപ്പിനോടുള്ള ബന്ധത്തിൽ പറയുകയാണ് ഭയപ്പെടേണ്ട. ആ കാര്യമാണ് ഇവിടെ വായിക്കുന്നത്. ഭയപ്പെടേണ്ട, നിങ്ങൾക്കെല്ലാം ഉണ്ടാകാനുള്ള ഒരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് പറയുന്നു.
बाकी 10 में हम पढ़ते समय में तुरंत स्वर्गदूत कहता है कि तब स्वर्गदूत ने कहा कि तुम मत डर। हम यही बात हमने जब Isaiah 43 में भी पढ़ते समय में, परमेश्वर जब मनुष्य जात को उद्धार के विषय में सृष्टिकर्ता के रूप में जब कार्य करने के बाद तुम मत डर, मैंने तुम्हें छुड़ाया है करके कहा था, तो वही मत डर के विषय में यहाँ पर स्वर्गदूत आके वो खुशखबरी मनुष्य जात को देकर कहता है कि मत डर, क्योंकि मैं तुम्हें एक बहुत बड़ा आनंद का सुसमाचार सुनाता हूँ। അപ്പം വീണ്ടെടുപ്പ് പ്രാപിക്കുന്ന ജനത്തിന് പിന്നീട് ഭയപ്പെടേണ്ട ആവശ്യമില്ലാത്ത ഒരു സമാധാന അന്തരീക്ഷം ഹൃദയത്തിൽ ഉണ്ടാകുകയും അത് ദൈവത്തിന് മഹത്വവും വരുന്ന നിലയിലാണ് സഭയെ ദൈവം ക്രമീകരിച്ചിരിക്കുന്നത്. तो परमेश्वर ने जो कलीसिया का क्रमांक है, मंडली का रीति इस रीति से है कि जैसे ही वहां पर मसीह का कार्य कलीसिया समझ जाने के बाद उस समझने की वजह से कलीसिया के लोगों को, मंडली के लोगों को शांति मिलता है, जिसकी वजह से वो लोग डर के ना जिए बल्कि शांति और खुशी से जिए, और इस शांति, परमेश्वर की शांति में जीने की वजह से परमेश्वर को महिमा मिलता है। നമ്മൾ എഫെസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ വായിക്കുന്നത്, സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാലും നമ്മളെ അനുഗ്രഹിച്ചിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന് ദൈവവും പിതാവുമായവൻ മഹത്വപ്പെട്ടവൻ. इफिसियों का पुस्तक 1:3 में हम लोग पढ़ते समय में वहां पर हम पढ़ते हैं कि हमारा प्रभु यीशु मसीह परमेश्वर और पिता का धन्यवाद हो कि जिसने हमें मसीह में स्वर्ग सब प्रकार का स्वर्गीय आशीषों से हमें आशीषित किया। അപ്പം ദൈവത്തിന് മഹത്വവും നമുക്ക് അനുഗ്രഹവും തമ്മിൽ റിലേറ്റഡ് ആയിട്ടിരിക്കുകയാണ്. എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സത്യം ഇതാണ്, എനിക്ക് അനുഗ്രഹം കിട്ടിയെങ്കിൽ അത് ദൈവമഹിമവുമായി ബന്ധപ്പെട്ടതാണോ? അതാണ് യേശുവിന്റെ ജീവിതവും യേശുവിന്റെ പ്രവൃത്തിയും സഭ ഉരുവായി വരുന്നു. യേശുവിന്റെ ജീവിതം അതായിരുന്നു. ദൈവത്തിന് മഹത്വവും അത് ജനത്തിന് സമാധാനവും ഉണ്ടാകുന്ന ഒരു മധ്യസ്ഥ ശുശ്രൂഷയാണ് യേശു ക്രിസ്തുവിലൂടെ ചെയ്തിരിക്കുന്നത്. പുതിയ നിയമ ശുശ്രൂഷ അതാണ്. तो परमेश्वर को महिमा मिलना और लोगों को शांति मिलना, यही है प्रभु का सबसे बड़ा कार्य जो परमेश्वर ने मनुष्य जात को करते समय या पर प्रभु यीशु मसीह ने कार्य करते समय में उनका कार्य का लक्ष्य का सबसे बड़ा लक्ष्य का उद्देश्य क्या है कि परमेश्वर को महिमा मिले और लोगों को शांति मिले, और वो महायाजक का सेवा में करते समय में यही लक्ष्य से प्रभु ये करता है। നമ്മൾ നേരോടെ നടക്കുമ്പോൾ ഒരു നന്മയും ദൈവം മുടക്കുന്നില്ല. हम लोग अगर सही रास्ते से चलेंगे तो कोई भी भलाई प्रभु हमें रोकेगा नहीं। എന്താണ് നേരോടെ നടക്കുക എന്ന് പറയുന്നത്? तो भलाई में सीधा चलना मतलब क्या? നമുക്ക് സങ്കീർത്തനം 84-ാം അധ്യായത്തിലേക്ക് നോക്കാം. हम लोग भजन संगीता 84 में हम पढ़ते हैं, 84-ാം അധ്യായം भजन संगीता 84 അതിന്റെ 11-ാം വാക്യത്തിൽ വായിക്കുന്നു. उसका 11 में हम लोग इस रीति से पढ़ते हैं, യഹോവ കൃപയും മഹത്വവും നൽകുന്നു. 11 पढ़ना, 11 यहोवा अनुग्रह करेगा और महिमा देगा। നമുക്ക് രണ്ട് കണ്ടോ, കൃപയും മഹത്വവും. देखो उधर देखो, अनुग्रह और महिमा। ആർക്കാണ് കൃപ? നമുക്കാണ് കൃപ. अनुग्रह किसको मिल रहा है? हमें मिल रहा है। ആർക്കാണ് മഹത്വം? महिमा किसको मिल रहा है? ദൈവത്തിനാണ്. परमेश्वर को मिल रहा है। അപ്പൊ ഈ വഴി നടക്കുന്നതിനെയാണ് നേരോടെ നടക്കുക എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. इसी रास्ते में चलने को कहता है सीधा रास्ते में चलना, सीधा मार्ग में चलना। അപ്പൊ നമുക്ക് ഒരുപാട് നന്മകൾ കിട്ടുന്നു, പക്ഷെങ്കിൽ ദൈവത്തിനൊരു മഹിമയും കിട്ടുന്നില്ല, ദൈവനാമം ദുഷിക്കപ്പെടുന്നു എങ്കിൽ നേരോടെ നടക്കുന്നതല്ലാതെ എന്ന് നമ്മള് ഒന്നും കൂടെ നമ്മൾ മനസ്സിലാക്കാൻ, അത് ദൈവം കലക്കത്തിന്റെ ദൈവമല്ല. तो इसके लिए हम लोग को सब प्रकार का आशीष मिल रहा है, अनुग्रह मिल रहा है, लेकिन वो आशीष मिलते समय में, अनुग्रह मिलते समय में परमेश्वर को महिमा नहीं मिल रहा है, तो मतलब हम लोग गलत रास्ते पे चल रहे हैं। हम लोग, प्रभु ने हमें रखा हुआ रास्ते पे नहीं रखा है करके, इसलिए हमें अच्छी रीति से समझना है, क्योंकि परमेश्वर गड़बड़ी का परमेश्वर नहीं है। കാരണം ദൈവം അവിടെ ദൈവത്തിന്റെ കൃപയെ നമ്മൾ അതിന്റെ 2-ാം വാക്യത്തിൽ വായിക്കുകയാണ്, 84:2. 84 का 2 में हम पढ़ते हैं, 2 पढ़े। എന്റെ ഉള്ളം യഹോവയുടെ പ്രാകാരങ്ങളെ വാഞ്ചിച്ചു മോഹിച്ചു പോകുന്നു, എന്റെ ഹൃദയവും എന്റെ മാംസവും ജീവനുള്ള ദൈവത്തെ നോക്കി ഘോഷിക്കുന്നു. 2 पढ़ना, मेरे प्राण यहोवा के आंगनों की अभिलाषा करते करते मूर्छित हो चला, मेरा तन मन दोनों जीवित ईश्वर को पुकार रहे. ദൈവത്തിന്റെ യാഗപീഠത്തിൽ, ദൈവത്തിൻ്റെതായിരിക്കുന്ന സന്നിധിയിൽ, ദൈവവുമായി കഴിക്കുന്ന കൂട്ടായ്മയിൽ ഹൃദയം കലങ്ങാതെ സന്തോഷവും സമാധാനവും അനുഭവിച്ച് ദൈവത്തിന് മഹത്വം വരുമ്പോൾ ദൈവത്തിന്റെ കൃപ നമ്മൾ അനുഭവിക്കുകയും ദൈവത്തിന് മഹത്വവും കിട്ടുന്നതിനെയാണ് നേരായി നടക്കുക എന്നുള്ളത് കൊണ്ട് കർത്താവ് ഉദ്ദേശിക്കുന്നത്. तो वहां पर प्रभु का उद्देश्य यही बात बताना चाहता है कि जब हम लोग प्रभु को खोजते हुए चलते समय में, उस खोजने में परमेश्वर को महिमा मिलता है और हमें शांति मिलता है। इस रीति से वो भक्त शांति का रास्ता, ये सही सीधा रास्ते में चल रहा है।
ഇന്നത്തെ നമ്മുടെ സഭാജീവിതം അല്ലെങ്കിൽ ഈ കാലഘട്ടം എന്ന് പറയുമ്പോൾ ലവോദിക്കയുടെ കാലഘട്ടമാണ്. ഒരു പ്രസംഗൻ പ്രസംഗിക്കുമ്പോൾ തനിക്ക് ഒരുപാട് മഹിമ കിട്ടണം, അല്ലെങ്കിൽ തനിക്ക് എല്ലാവരും പുകഴ്ത്തണം എന്നുള്ള നിലയിൽ മാത്രം പ്രസംഗത്തെ കാണുകയും ദൈവത്തിന് അത് മഹിമ വന്നോ എന്ന് ചിന്തിക്കാതെയും ഇരിക്കുന്ന, തങ്ങൾക്ക് ചുറ്റും കുറച്ചു പേരെ കൂട്ടുന്ന ഒരു കാലഘട്ടത്തിലാണ്, ഗ്രൂപ്പിസം ഉണ്ടാക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളായിരിക്കുന്നത്. परंतु अभी हम जो समय में जी रहे, जो लवोदिका काल में जी रहे, इस लवोदिका काल में हमारा कलीसिया जीवन किस रीति से है? हम देखते हैं कि आजकल के प्रचारक लोग, वो लोग जब प्रचार करते हैं समय में, उन लोग का लक्ष्य क्या है? उनके प्रचार के द्वारा लोग वो प्रचारक को महिमा करना चाहिए, उस प्रचारक को आदर और सम्मान देना चाहिए। परमेश्वर को इसमें महिमा मिल रहा हो कि नहीं, ये बात ना देखते हुए तुम लोग मेरे लोग हो, मेरे झुंड है बोलकर अपना एक ग्रुप बनाकर जीने वाला ऐसा एक समूह में हम जी रहे हैं। അപ്പോൾ ലൂക്കോസ് 2:14 നമ്മൾ വായിച്ചത് എന്താണ്? लूका 2:14 में हमने क्या ദൈവത്തിന് पढ़ा? മഹത്വം, താഴെ ദൈവപ്രസാദമുള്ളവർക്ക് സമാധാനം, ദൈവത്തിന്റെ കൃപ ലഭിച്ചവർക്ക്. അപ്പൊ ദൈവത്തിന്റെ മഹത്വവും കൃപ ലഭിച്ച ഹൃദയവും തമ്മിൽ പരസ്പരം വേർപെടുത്താൻ കഴിയാത്ത നിലയിൽ അത് ഏകീഭവിച്ച് ഒന്നായി ക്രിസ്തുവിൽ ചേർന്നിരിക്കുന്ന അനുഭവമാണ്. तो हमने लूका 2:14 में हमने क्या पढ़ा कि आकाश में परमेश्वर की महिमा और पृथ्वी में उनके मनुष्यों को जिनको अनुग्रह मिला है उनको प्रसन्नता से शांति मिले। तो मतलब प्रभु के लोगों को जब इस रीति से अनुग्रह और शांति मिलने की वजह से वो महिमा, स्वर्ग में महिमा परमेश्वर को मिलता है। നമ്മള് 2 തെസ്സലോനിക്ക ലേഖനം, അങ്ങനെ ഈ കൃപയുടെ വ്യവസ്ഥയിലേക്ക് നമ്മൾ വരുമ്പോൾ, കൃപ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിൽ സമാധാനം എത്തിക്കുകയും ദൈവത്തിന് മഹത്വം കണ്ടെത്തുകയും ചെയ്യുന്നതാണ് ഈ കൃപയുടെ ശുശ്രൂഷ, അല്ലെങ്കിൽ പുതിയ നിയമ ശുശ്രൂഷ, പുതിയ നിയമ സഭാജീവിതം. अनुग्रह का इस रास्ते में, अनुग्रह का इस सेवा में, अनुग्रह का इस चाल चलन में प्रभु जब कार्य करते समय में, ये अनुग्रह का कार्य क्या करता है? मनुष्य जात को, मनुष्य को शांति देता है और उस कार्य के द्वारा परमेश्वर को महिमा मिल सके, इस रीति का सेवा है उस अनुग्रह का, जिसको हम लोग नए नियम का सेवा भी कहते हैं। അപ്പം ദൈവം നമ്മളോടുകൂടെ എപ്പോഴും ഇരിക്കാൻ ആഗ്രഹിക്കുന്നത്, എന്റെ പിതാവിന് സ്വർഗത്തിൽ മഹത്വം ഉണ്ടാകണം, അപ്പോൾ തന്നെ നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകണം. ഈ രീതിയിൽ മധ്യസ്ഥ ശുശ്രൂഷകനായി യേശുക്രിസ്തു നമുക്ക് വേണ്ടി മധ്യസ്ഥനായിരിക്കുകയാണ്. അതിനാണ് നമ്മൾ സ്നാനപ്പെട്ട് വരുമ്പോൾ ലോകാവസാനത്തോളം ഞാൻ നിങ്ങളോട് കൂടെ ഇരിക്കും എന്ന് പറയുന്നത്. നമുക്ക് കുറെ അനുഗ്രഹങ്ങൾ കിട്ടാനും ദൈവനാമം ദുഷിക്കപ്പെടുവാനും അല്ല. तो इसके लिए परमेश्वर जब हमें याजकीय सेवा में जब हमारे लिए विनती कर कर, हमारे प्रतिनिधि होकर जब हमारे लिए रहते समय में, यीशु मसीह का लक्ष्य क्या है कि उन्होंने ये सेवा इसके लिए चुना कि उनके सेवा के द्वारा परमेश्वर को महिमा मिले और लोगों को भलाई और आशीष और शांति मिले। परंतु आज विश्वासी बनकर हम लोग बपतिस्मा लेकर मसीही जीवन शुरू कर रहे हैं, मंडली जीवन शुरू करते समय में, यीशु मुझे सब आशीष देते रहो, भले परमेश्वर को महिमा ना मिले, ऐसा चाल चलन चलने के लिए नहीं प्रभु को हमें दिया गया है। അപ്പൊ നമ്മൾ 2 തെസ്സലോനിക്ക ലേഖനം 3-ാം അധ്യായം അതിന്റെ 16-ാം വാക്യം കൂടെ നമുക്ക് വായിക്കുമ്പോൾ, दूसरा थिस्सलुनी 3:16 भी जब हम पढ़ते हैं, സമാധാനത്തിന്റെ കർത്താവായവൻ താൻ നിങ്ങൾക്ക് എല്ലായ്പ്പോഴും എന്നുള്ളൊരു പദം നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. तो अभी प्रभु जो शांति का सोता है, आप ही तुम्हें सदा, तो ये देखो सदा और हर प्रकार का शांति दे, तो सदा शांति देने का एक शब्द यहाँ पर हम देखते हैं। അപ്പൊ കർത്താവ് നമ്മളോട് കൂടെ ഇരിക്കുന്നതിന്റെ അർത്ഥം ഇതാണ്. കർത്താവ് നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞാൽ അർത്ഥം നമുക്ക് കുറച്ച് അനുഗ്രഹങ്ങൾ ഉണ്ടാകുക എന്നുള്ളതല്ല. പിന്നെയോ നമുക്ക് കൃപയാൽ അനുഗ്രഹം, സമാധാനം, ഹൃദയം കലങ്ങാതെ സമാധാനപൂർവമായി ജീവിക്കുന്നതാണ് ഏറ്റവും വലിയ അനുഗ്രഹം. तो प्रभु अगर हमारे साथ रहे करके बोलने का मतलब क्या है कि वो हमारे साथ रहते हैं समय में, उनका लक्ष्य क्या है, उद्देश्य क्या है कि हम लोग सदा पूर्वक, शांति पूर्वक हम लोग जी सके। इस शांति पूर्वक जीते समय में वो उसी साथ साथ परमेश्वर को महिमा मिल सके, उस रीति का उद्देश्य में है वो सदा हमारे साथ जीकर हमें शांति देकर परमेश्वर को महिमा करते रहे। लेकिन हमारे साथ रहते समय परमेश्वर को महिमा नहीं मिल रहा है तो हमने गलत चाल चलन चुना है। നമ്മള് ഏകശരീരമായി വിളിച്ചിരിക്കുന്നതിലുള്ള ദൈവത്തിന്റെ ഉദ്ദേശം അതാണ്. हमें एक देह बनाकर, एक शरीर बनाकर हमें रखने का परमेश्वर का उद्देश्य इसी बात पर है। അപ്പൊ നമുക്ക് കൊലോസ്യ ലേഖനം 3-ന്റെ 15-ാം വാക്യത്തിൽ, कोलोस्सों का पुस्तक 3:15 में हम पढ़ते हैं, ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴുമാറാകട്ടെ, मसीह का शांति तुम्हारे हृदय में राज्य करने दो, അതിനായി നിങ്ങളെ ഏകശരീരമായി വിളിക്കപ്പെട്ടിരിക്കുന്നു. जिसकी वजह से तुम्हें एक देह होकर तुम्हें बुलाया गया है। അപ്പൊ ക്രിസ്തുവിന്റെ സമാധാനം ഹൃദയത്തിൽ വാഴുമ്പോൾ സ്വർഗത്തിൽ പിതാവിന് മഹത്വം വരും. तो अगर मसीह का शांति इस रीति से हमारे ऊपर राज करते समय में, वहां पर स्वर्ग में परमेश्वर को महिमा मिलता रहेगा।
നമുക്ക് ഈ ഭൂമിയിൽ എന്തെങ്കിലും പ്രസംഗ പാഠവമോ കുറച്ച് വിശ്വാസികളോ കുറച്ച് ആൾക്കാരോ നമ്മുടെ വചനം കേൾക്കാൻ ഒരേ പേരുണ്ടോ എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ ഒരു സമാധാനം ഉണ്ടാകുന്നെങ്കിൽ ദൈവത്തിന് മഹത്വം വരുന്നില്ല. കാരണം അവിടെ ക്രിസ്തുവിന്റെ ഒരു ശുശ്രൂഷ നമുക്ക് അനുഭവമാകാതെ തന്നെ നമുക്ക് ഈ കാര്യങ്ങൾ ഭൂമിയിൽ സാധിച്ചെടുക്കാൻ കഴിയും. तो हमारा लक्ष्य ये नहीं होना कि मैं लोगों को थोड़ा एकत्र कर कर उन लोगों के बीच में मैं प्रभुत्व कर कर मैं लोगों को चला उनको और मेरा प्रचार लोग सुनना चाहिए, लोग मुझे मेरा वाहवाही करना चाहिए। इस प्रकार का सेवा करते करते परमेश्वर को महिमा ना मिलने वाला कार्य कर रहा है तो उसमें यीशु मसीह का इच्छा, प्रभुत्व का इच्छा हमारे ऊपर नहीं है। അപ്പൊ ഹോളി സ്പിരിറ്റിന്റെ ശുശ്രൂഷ എന്ന് പറയുന്നത് ഭൂമിയിൽ ഈ ക്രിസ്തുവിനെ മനുഷ്യഹൃദയങ്ങളിൽ എത്തിക്കുകയും അവർക്ക് ദൈവസമാധാനം ഉണ്ടാകുകയും അങ്ങനെ ദൈവത്തിന് സ്വർഗത്തിൽ മഹത്വം വരികയും ചെയ്യുമ്പോൾ അത് ഒരു പുതിയ നിയമ എന്നേക്കുമുള്ള കലക്കമില്ലാത്ത, അല്ലെങ്കിൽ നമ്മൾ മരിച്ചു കഴിഞ്ഞ് നമ്മൾ പിന്നീട് ദുഃഖിക്കേണ്ട ആവശ്യമില്ലാത്ത, കലങ്ങി പോകാത്ത ഒരു സ്ഥിതിയിലേക്ക് നമ്മളെ ദൈവത്തിന്റെ ആത്മാവ് നയിക്കുകയാണ്. तो पवित्र आत्मा को भेजा गया है वो इस रीति से है कि हम लोग परमेश्वर की ओर से प्रभु का कार्य को समझकर उनका शांति मिले। उस शांति को जब हम लोग प्राप्त करते समय में पवित्र आत्मा में, क्योंकि हमें ये शांति मिला जिसकी वजह से क्या होता है, परमेश्वर को महिमा मिलता है। इस रीति का कार्य के लिए है पवित्र आत्मा को भेजा गया है ताकि हम लोग वो सचमुच सही रीति से हम लोग वो आशीष प्राप्त कर सके। നമ്മളെ ഇവിടെ ഒന്ന് മരിച്ച് സ്വർഗത്തിൽ ചെന്നാലും ഹൃദയം കലങ്ങി പോകാൻ സാധ്യതയുണ്ട്. इसके लिए प्रियो हम लोग और ये परमेश्वर का लक्ष्य यही है कि हम लोग शांतिपूर्वक जीते समय में बिना गड़बड़ी से चंचलित होकर ना जिए, क्योंकि हम लोग यहाँ से मरकर जाने के बाद भी वहां पर स्वर्ग में जाकर भी गड़बड़ी हो सकता है। നമ്മുടെ ഭൂമിയിലെ സമാധാനമെല്ലാം എടുത്തു കളയുന്ന ഒന്നാണ് ക്രിസ്തുവിന്റെ ന്യായാസനത്തിലെ ന്യായവിധി. അതുകൊണ്ട് പൗലോസ് പറയുകയാണ്, ഞാൻ അവന്റെ ന്യായവിധിയെ ഭയപ്പെടുന്നു. കാരണം ഞാൻ എന്തെങ്കിലും ഡിസപ്രൂവ് ആയിട്ട് മനുഷ്യരുടെ ഇടയിൽ സ്ഥാനം ലഭിക്കാൻ വേണ്ടി ഞാൻ എന്തെങ്കിലും ചെയ്തെങ്കിൽ ഞാൻ ക്രിസ്തുവിനാൽ തള്ളപ്പെടും. അത് കർത്താവിന്റെ ന്യായാസനത്തിൽ ഭീമാ സീറ്റിലുള്ള ന്യായവിധിയെ കുറിച്ചുള്ള ഭയമാണ്. तो इसके लिए वो गड़बड़ी क्या होगा कि अगर हम लोग दुनिया का रीति के हिसाब से जीकर परमेश्वर के न्याय के दिन में आते समय में मुझे कुछ मिलेगा ऐसा सोचकर जाते समय में क्या होगा, उस दिन गड़बड़ी होगा। क्योंकि हम लोग यहाँ पर स्वर्ग में प्रभु के इच्छा के अनुसार जीने वाले लोग हैं। इसलिए पौलुस भी मसीह का न्याय के दिन के विषय में वो सोचकर कहता है कि मैं डरता हूं, ताकि क्योंकि मैं खुद वहां पर अनचुना ना जाऊं, या प्रभु के विषय में मैं जो मुझे प्रभु ने जिस उद्देश्य से मुझे रखा है उसमें मैं गिर ना जाऊं, इसलिए मैं डरता हूं करके पौलुस कहता है। वो मसीह का न्याय जो विश्वासियों के ऊपर आने वाला है उस विषय का डर पौलुस को था। നമുക്ക് എബ്രായ ലേഖനം 13 അധ്യായം 20 വാക്യം കൂടെ വായിക്കുമ്പോൾ, इब्रानियों का पुस्तक 13 अध्याय में हम पढ़ते हैं, हिब्रूज चैप्टर 13। എബ്രായ ലേഖനം അതിന്റെ 13 അധ്യായത്തിന് 20 വാക്യം 13 का 20 पढ़ेंगे। शांतिदाता परमेश्वर जो प्रभु यीशु को जो भेड़ों का महान रखवाला है, सनातन वाचा के लहू के गुण से मरे हुओं में से जिलाकर ले आया। അവിടെ നമ്മൾ എന്താ വായിച്ചത്? हम पढ़ते इस रीति से पढ़ते हैं, നിത്യ നിയമത്തിന്റെ രക്തത്താൽ हमें उस सनातन का जो वाचा के द्वारा, അല്ലെങ്കിൽ യേശുക്രിസ്തു ഇന്ന് പിതാവിന്റെ അടുക്കൽ രക്തത്തിന്റെ മൂല്യത കൊണ്ട് നമുക്ക് മഹാപുരോഹിതനായി ഇരിക്കുന്നതിന്റെ ഒരു സവിശേഷത, ആ ദൈവത്തിന് മഹത്വവും നമുക്ക് സമാധാനവും എന്നുള്ള കരാറിന്മേലാണ് കാര്യങ്ങൾ പോകുന്നത്. കാരണം നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ ഭൗമിക കാര്യങ്ങളല്ല, സ്വർഗത്തിലെ കാര്യങ്ങളാണ്. അതാണ് നമ്മള് സ്വർഗത്തിൽ, അല്ലെങ്കിൽ ഇവിടെയും സ്വർഗത്തിലും കലങ്ങിപ്പോകാത്ത ഒരു ഹൃദയത്തിന്റെ ഉടമസ്ഥാവകാശം നമുക്ക് ലഭിക്കാൻ ദൈവം ഇടവരുത്തുന്നത്. तो सनातन वाचा के लहू के गुण का कार्य क्या है कि प्रभु यीशु मसीह ने जो लहू बहाने की वजह से उस लहू से जो गुण मिला है, दो लोगों को गुण मिला। एक है परमेश्वर को महिमा का गुण मिला और दूसरा हमें शांति का गुण मिला। तो उस वाचा का लहू में जब हम लोग उस करार में जब हम लोग प्रवेश करते समय में दुनिया का कोई बात का आशीष का गुण देने के लिए नहीं है, बल्कि स्वर्गीय आशीष का गुण के लिए हमें वो करार बांधा गया है। നമ്മള് എഫേസ്യ ലേഖനം അതിന്റെ 2-ാം അധ്യായം അതിന്റെ 2-ാം അധ്യായത്തിലെ 13-ാം വാക്യത്തിൽ വായിക്കുന്നു, മുമ്പേ ദൂരസ്ഥരായിരുന്നു നിങ്ങൾ ഇപ്പോൾ ക്രിസ്തുയേശുവിൽ ക്രിസ്തു രക്തത്താൽ സമീപസ്ഥരായി തീർന്നിരിക്കുന്നു. हम एफेसियों का पुस्तक 2 का 13 में पढ़ते समय में हम लोग जो एक समय में हम लोग जो पहले जो दूर थे, अभी हम मसीह यीशु के लहू के द्वारा हम लोग निकट आ चुके हैं। അവൻ നമ്മുടെ സമാധാനം, वही हमारा मेल और शांति है। എന്നിട്ട് ഈ ഈ അപ്പൊ ക്രൂശിൽ അവൻ സമാധാനം ഉണ്ടാക്കി. इसलिए क्रूस में उन्होंने मेल करा कर हमें शांति दिया।
എന്നിട്ട് ഇപ്പോൾ നമ്മൾ എഫേസ്യ ലേഖനം 3:20 വായിക്കുകയാണ്, സ്വർഗത്തിൽ മഹാപുരോഹിതനായിരുന്നു കൊണ്ട് അവൻ നമ്മുടെ ഹൃദയത്തിൽ സമാധാനം കൊണ്ടുവരികയും, അപ്പൊ ക്രൂശ് ദൈവത്തിന് മഹത്വമായി. കർത്താവ് ക്രൂശിൽ പോയപ്പോൾ യൂദ അവനെ ഒറ്റിക്കൊടുത്തപ്പോൾ കർത്താവ് പറഞ്ഞു, എന്റെ പിതാവ് മഹത്വപ്പെട്ടിരിക്കുന്നു, കാരണം പാപികൾക്ക് വേണ്ടി അവരുടെ മോചനത്തിന് ഞാൻ എന്റെ ശരീരവും രക്തവും ബലിയർപ്പിക്കുന്നത് എന്റെ പിതാവിന് മഹത്വമാണ്. और उसी रीति से वही शांति को हमारे हृदय में भी लाया, जो प्रभु यीशु मसीह ने कलवरी क्रूस पर मरने के द्वारा जो उस बलिदान के द्वारा शांति दिया। तो वो शांति जब हमारे अंदर आते समय में, उसी उसी समय में वो हमारे अंदर किस रीति से आ पाया, क्यों इसलिए आया, क्योंकि वो परमेश्वर को महिमा हुआ। यही बात तो हम लोग यूहन्ना 13 में भी पढ़ते हैं। जब यूदास इस्करियोत प्रभु को पकड़ने के लिए गया, तो तभी वहां पर यीशु क्या कहता है कि देखो हे पिता, अभी आपको महिमा मिलने का समय आ चुका है। എന്നിട്ട് യേശുക്രിസ്തുവിനെ ദൈവം എന്ത് ചെയ്തു? ഒരു വലിയ ഇടയനാക്കി നമുക്ക് തന്നു. और इसी यीशु को परमेश्वर ने क्या किया? परमेश्वर ने हमें यीशु को एक बड़ा चरवाहा बनाकर हमें दिया। അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്നും മടക്കി വരുത്തി, എന്നിട്ട് സ്വർഗത്തിൽ നമുക്ക് വേണ്ടി ഇടയനായി മഹാപുരോഹിതനായി യേശുവിനെ പ്രതിഷ്ഠിച്ചിരിക്കുകയാണ്. और हमें हमारे लिए मरे हुए में से उनको जिला जिला उठाकर हमारे प्रतिनिधि कर कर हमारे विषय में मध्यस्थी करने के लिए वो हमारे लिए खड़ा करके रखा हुआ श्रेष्ठ महायाजक है यीशु मसीह। അതിന്റെ 21 വാക്യം എന്നിട്ട് പറയുകയാണ്, इब्रायर आनो എബ്രായർ 13:21, इब्रानियों का पुस्तक 3:21 में इस रीति से पढ़ते हैं, നമ്മൾ എല്ലാ നന്മയിലും നേരായി നടക്കാൻ എന്ന് പറഞ്ഞാൽ, നമ്മൾ എന്തായി നേരായി നടക്കുക എന്ന് പറഞ്ഞാൽ, ദൈവത്തിന്റെ യാഗപീഠവും നമ്മുടെ ദൈവത്തിന്റെ ആ കുരികിൽ മീവൽ പക്ഷിയെ പോലെ ദൈവത്തിന്റെ യാഗപീഠത്തെ ആശ്രയിക്കുകയും ഭൂമിയിൽ സമാധാനമായിരിക്കുകയും ചെയ്യുന്ന നിലയിൽ ദൈവത്തിന് മഹത്വവും നമുക്ക് അനുഗ്രഹവും കിട്ടുന്നതിനെയാണ് യഥാസ്ഥാനപ്പെടുക എന്ന് ഉദ്ദേശിക്കുന്നത്. നമ്മള് ദൈവത്തിന് മഹത്വം കിട്ടാതെ നമ്മുടെ വഴിയിൽ നടക്കുമ്പോൾ നമ്മളെ തിരിച്ചു കൊണ്ടുവന്ന് യഥാസ്ഥാനപ്പെടുത്താൻ യേശു കർത്താവ് നമുക്ക് വേണ്ടി പിന്നെയും നിലനിൽക്കുകയാണ്. तो इब्रानियों का पुस्तक 13:21 में पढ़ते समय में तुम्हें वो हर एक भली बात में वो सिद्ध करे। वो सिद्ध करने का इच्छा इस बात पर है कि उस इच्छा पर हम लोग पूरा चलते समय में परमेश्वर के द्वारा उन्होंने जो प्रभु ने जो हमारे लिए जो कार्य किया है उसके आधार पर है। उसके आधार में प्रभु का वो कार्य से हमें क्या होता है? एक तो हमें शांति मिलता है और परमेश्वर को उसका महिमा मिलता है। इस विषय का कार्य में है सब बातों का जो कार्य प्रभु ने बनाकर रखा है। ദൈവത്തിന് എന്നും മഹത്വം. അവിടെയാണ് 21 വാക്യത്തിന്റെ അവസാനം പറയുന്നുണ്ട്, ഇതാണ് ദൈവത്തിന് മഹത്വവും നമുക്ക് കൃപയും. और जिसके वजह से क्या, प्रभु के इस कार्य की वजह से क्या हो गया है कि जिसके द्वारा परमेश्वर की बड़ाई या परमेश्वर को महिमा युगानुयुग यो होती रहे, इस रीति का कार्य है प्रभु ने परमेश्वर की उपस्थिति में किया है। അപ്പോൾ ഈ ഉയരത്തിൽ നിന്ന് വരുന്ന ഈ ജ്ഞാനം അല്ലെങ്കിൽ ദൈവത്തിന് മഹത്വവും നമുക്ക് കൃപയും, നമുക്ക് ഹൃദയം എപ്പോഴും കലങ്ങാതെ ജീവിക്കാനുള്ള ഒരു അടിസ്ഥാനമാണ് ക്രിസ്തുവിൽ ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. അഥവാ കലങ്ങിപ്പോയാൽ അതിനുള്ള പ്രതിവിധി ക്രിസ്തുവിലുണ്ട്. तो इसके लिए परमेश्वर ने जब कार्य करते समय में उनका कार्य में वो ऐसा भला सिद्ध कार्य में हमें खड़ा करके रखा है कि उसके कार्य में परमेश्वर को युगानुयुग महिमा और बड़ाई मिलते रहता है और हमें अनुग्रह से भर देता है। अनुग्रह में क्या होता है कि हम लोग हमेशा शांति पूर्वक और विश्राम के दशा में हम लोग जी सके। यदि कभी भी हमारे जीवन में कोई भी चंचल का अवस्था या गड़बड़ी का अवस्था आए तो उसका तुरंत उसका जवाब हमें उस प्रभु में मिलता है जो हमें शांति में बनाए रखता है। ഇപ്പോൾ നമ്മള് കുടുംബ ബന്ധത്തിലുള്ള ബന്ധത്തിൽ പറയുമ്പോൾ पारिवारिक जीवन के विषय में कहता है, നമ്മള് 1 കൊരിന്ത്യർ 7:15 വാക്യത്തിൽ, पहला कोरिंदी 7:15 में हम पढ़ते हैं, അവിടെ ഒരു പ്രത്യേക കാര്യം പറയുകയാണ്. वहां पर एक खास बात कहता है, 1 കൊരിന്ത്യർ 7:15, पहला कोरिंदी 7:15, परंतु जो पुरुष विश्वास नहीं रखता, यदि वह अलग हो तो अलग होने दो। ऐसी दशा में कोई भाई या बहन बंधन में नहीं, परंतु परमेश्वर ने तो हमें मेल मिलाप के लिए बुलाया है। ഇവിടെ അതിന്റെ 14 വാക്യത്തിലെ വിഷയം ഒരു അവിശ്വാസിയായ ഭാര്യയും ഭർത്താവും അവിശ്വാസിയായ ഭാര്യയും ഉണ്ടെങ്കിൽ പോലും അവിടെയും സമാധാനം മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ ഭർത്താവ് ശ്രമിക്കണം. അതാണ് ദേവദാസൻ ഉദ്ദേശിക്കുന്നത്. तो यहाँ पर प्रभु का दास यहाँ पर लक्ष्य क्या बताना चाहता है? पहला कोरिंदी 7:14-15 में पढ़ते समय में, यदि पति विश्वासी हो और पत्नी अविश्वासी हो, या पत्नी विश्वासी हो या पति अविश्वासी हो, दोनों में विश्वासी हो, जो विश्वासी रहेगा उन लोगों का लक्ष्य क्या होना चाहिए? वो लोग हमेशा मेल के साथ और शांति के साथ बनाए रखने के विषय में अपना पारिवारिक जिंदगी में बनाए रखे। ये बात पौलुस लोगों को बताना चाहता है कि विवाह जीवन आपस में मेल और शांति के साथ बनाए रखे, इसलिए वो इस रीति से लिखा है।
അപ്പോൾ ഈ ക്രിസ്തീയ ഉപദേശം ഇത്ര കഠിനപരമായ രീതിയിൽ ഒരു അവിശ്വാസിയായ ഭാര്യയ്ക്ക് തോന്നുന്നുവെങ്കിൽ അവിടെ അതാണ് 15 വാക്യത്തിൽ വായിക്കുന്നത്. അവിശ്വാസി വേർപിരിയുന്നുവെങ്കിൽ പിരിയട്ടെ, ഈ വകയിലൊക്കെയും സഹോദരനോ സഹോദരിയോ ബദ്ധരായിരിക്കുന്നില്ല, എന്നാൽ സമാധാനത്തിൽ ജീവിപ്പാൻ ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നു. അപ്പൊ എങ്ങനെയാണ് സമാധാനത്തിൽ ജീവിക്കുന്നത്? അവിശ്വാസിയായ ഭാര്യ വിശ്വാസിയായ ഭർത്താവിനെ പിരിയാതെ ജീവിക്കണം എന്നുള്ളതാണ് ദൈവദത്തം അവിടെ കൊണ്ടുവരുന്നത്. കാരണം അവിടെ ഒരു വിധത്തിലും നമ്മുടെ സമാധാനം നഷ്ടപ്പെടാതെ ദൈവത്തിന്റെ സമാധാനം അവിശ്വാസിയായ ഭാര്യയും കൂടെ അനുഭവിക്കുന്ന രീതിയിൽ വേർപിരിയാതെ ജീവിക്കണം. तो इसके लिए तो प्रभु का वहां पर लक्ष्य क्या है? पारिवारिक जीवन में प्रवेश करते समय में तुम में से जब तुम्हारा पार्टनर जो पार्टनर है, यदि अगर वो अविश्वासी रहा और उसको मसीह जीवन देखकर उसको तुम्हारे साथ नहीं रुकना है, तो अलग होना चाहता है, तो उसको अलग होने दे। ऐसा रीति से वो विश्वासी के विषय में कोई जीवन में बंधन नहीं आता, क्योंकि परमेश्वर तो पहले से ही मेल मिलाप और शांति का जीवन के लिए ही रखा गया है। इसलिए हर एक विवाह जीवन में जो विश्वासी व्यक्ति है, भले ही पति हो या पत्नी, जो विश्वासी रहे, उसका लक्ष्य हमेशा यही रहना चाहिए कि शांति पूर्वक मेल मिलाप के साथ एक परिवार होकर जी सके। उसी लक्ष्य में वो जीना चाहिए। ഇപ്പൊ ലോകത്തിന്റെ സമാധാനം നമ്മുടെ ഹൃദയത്തിൽ കയറാതെ ദൈവം ക്രിസ്തുവിൽ സാധിച്ചെടുത്ത സമാധാനം ഹൃദയത്തിൽ, അതാണ് നമ്മൾ റോമാലേഖനം അതിന്റെ 5-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ വായിക്കുന്നത്. നമ്മുടെ കർത്താവായ ക്രിസ്തുയേശുവിലുള്ള വിശ്വാസം മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. അപ്പോൾ അത് ദൈവത്തിന് മഹത്വവും നമുക്ക് അനുഗ്രഹവുമാണ്. നമുക്ക് ആ വാക്യം ഒന്ന് വായിക്കാം. നമ്മളെ इसके लिए परमेश्वर यही चाहता है कि हम लोग हमेशा उस मसीह के शांति से भरकर हम लोग जिए और उसी सुख शांति में हम लोग बने रहे। इसके लिए तो रोमियो का पुस्तक 5 में हम पढ़ते हैं कि परमेश्वर ने अपने शांति को अपने उस आशा में हमारे हृदय में उंडेला है करके कहता है। നമ്മുടെ ദൈവം സമാധാനത്തിന്റെ ദൈവമാണ്. हमारा परमेश्वर जो है शांति और मेल का परमेश्वर है। അപ്പോൾ അങ്ങനെ വിശ്വാസം നീതീകരിക്കപ്പെട്ടിട്ട്, അല്ലെങ്കിൽ പറഞ്ഞാൽ നമ്മുടെ പാപങ്ങൾ പരിഹരിച്ചപ്പോൾ, അത് നമ്മളെ നീതീകരിച്ചപ്പോൾ നമുക്കത് കൃപയായി തീർന്നു, ദൈവത്തിന് അത് മഹത്വമായി തീർന്നു. ഒരു പാപിയെ നീതീകരിക്കുന്നത് ദൈവത്തിന് മഹത്വമാണ്. इसके लिए जब एक विश्वासी धर्मी ठहराया जाता है मतलब क्या? वो जब पापी था तो वो यीशु मसीह पे विश्वास करने की वजह से वो विश्वास में उसका पाप का लेखा अभी परमेश्वर ना लेते हुए उसको धर्मी ठहरा दिया। ऐसा कार्य यीशु मसीह में उस क्रूज का बलिदान पर विश्वास करने की वजह से जो उसने किया, जिसके वजह से वो धर्मी गिना जा रहा है, उसका महिमा किसको मिलता है? तुरंत परमेश्वर को मिलता है। इसलिए यीशु मसीह का जो भी काम पर विश्वास करता है वो हर एक कामों में परमेश्वर को महिमा मिल सके। उदाहरण के लिए यहाँ पर धर्मी ठहराया जाना, धर्मी ठहराने से परमेश्वर को महिमा मिलता है। അങ്ങനെ ക്രിസ്തുവിന്റെ സന്നിധിയിൽ നമ്മൾ നിൽക്കുമ്പോൾ, ന്യായാസനത്തിന് മുമ്പിൽ നിൽക്കുമ്പോഴും, और ऐसा विश्वासी जब एक दिन मसीह में न्याय के दिन में भी जब खड़ा रहेगा, ദൈവത്തിന്റെ സമാധാനം നിലനിൽക്കുന്ന ഒരു നിലയിലാണ് ക്രിസ്ത്യാനി ഇവിടുന്ന് പോകുമ്പോൾ അവന്റെ ഹൃദയത്തിൽ ദൈവസമാധാനവും കൊണ്ടാണ് പോകുന്നത്. മരിച്ചാൽ നഷ്ടപ്പെടുന്ന സമാധാനത്തിൽ നിന്നെല്ലാം അവൻ വിട പറയുന്നു. ക്രൂശ് അവനെ വേർതിരിക്കുന്നു. तो मरने के बाद भी वो विश्वासी तभी भी शांति में ही वो विश्राम पा रहा है, शांति में ही वो मर रहा है और शांति में ही वो परमेश्वर का न्याय के दिन में भी खड़ा रहेगा। क्योंकि परमेश्वर के द्वारा हमें यीशु मसीह का उस कार्य के द्वारा जो हमें मिला हुआ शांति वो मेल है, वो हमारा मृत्यु में खत्म नहीं होता, बल्कि मृत्यु के बाद भी हमारे साथ रहने वाला शांति है। ऐसा कार्य प्रभु ने हमारे लिए किया है। നമ്മള് യോഹന്നാന്റെ ലേഖനം 4-ാം അധ്യായം അതിന്റെ 17-ാം വാക്യത്തിൽ വായിക്കുന്നത്, पहला यूहन्ना 4:17 में हम इस रीति से पढ़ते हैं। 17 पढ़े। इसी से प्रेम हम में सिद्ध हुआ कि हमें न्याय के दिन हियाव हो, क्योंकि जैसा वह है वैसे ही संसार में हम भी है। അപ്പം നമുക്ക് നരകത്തിൽ പോകുന്ന കാര്യമല്ല ഇവിടെ പറയുന്നത്. നമ്മള് ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുൻപാകെ നമുക്ക് നിലനിൽക്കുന്ന ഒരു സമാധാനം നമുക്കുണ്ടാകണമെങ്കിൽ നമ്മള് ദൈവത്തിന് മഹത്വം എന്ന രീതിയിൽ ഈ ഭൂമിയിൽ സമാധാനം കീപ്പ് ചെയ്യുന്നവരെ കുറിച്ചാണ്. तो ये न्याय नरक में डालने का विषय में नहीं कह रहा है, बल्कि विश्वासी लोगों को जब मसीह में जब न्याय के दिन खड़ा रहते समय की बात कर रहा है। उनके विषय में क्या है? उन लोग उस दिन में भी हियाव होने का कारण क्या है? क्योंकि दुनिया में वो लोग रहते समय में मसीह का कार्य में विश्वास करने की वजह से संसार में मिलने वाला शांति नहीं, लेकिन मसीह ने जो दिया वह शांति में बने रहने के वजह से उनको न्याय के दिन में भी हियाव हो रहा है। അപ്പൊ ദൈവം ഒരു മനുഷ്യനെ രക്ഷിക്കുമ്പോൾ, इसलिए परमेश्वर जब एक मनुष्य को बचाता है, അവനെ കലക്കുന്ന സാത്താനെ പുറത്താക്കിക്കൊണ്ട്, അല്ലെങ്കിൽ ലോകത്തിൽ നിന്നും അങ്ങനെയുള്ള വിശ്വാസികളിൽ നിന്നും സാത്താനെ പുറത്താക്കിക്കൊണ്ട് ദൈവം ഒരു ന്യായവിധി ചെയ്യുകയാണ്. അവിടാണ് തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കുന്നു എന്ന് പറയുന്നത്. സാത്താന്റെ ഭയം കാസ്റ്റ് ഔട്ട് ചെയ്യുന്നു. അതേ കാര്യം തന്നെയാണ് കർത്താവ്
ക്രൂശിലേക്ക് പോകുമ്പോൾ യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായത്തിന്റെ 31-ാം വാക്യത്തിൽ പറയുന്നത്, तो इसके लिए परमेश्वर ने जब हमारे लिए कार्य कर क्रूस में वो कार्य करते समय में हमारे जीवन में जो गड़बड़ी लाने वाला जो शैतान था, उस गड़बड़ी को लाने वाला शैतान को ही क्रूस पे उन्होंने बाहर खत्म कर दिया, बाहर निकाल दिया, जिसके वजह से अभी हम लोग वो डर से जीने के लिए नहीं प्रभु ने हमें बुलाया है, बल्कि प्रेम और आनंद और खुशी में जीने के लिए बुलाया है। जो हम पढ़ते समय में जो प्रेम क्या करता है, भाई भाई को बाहर निकालता है और हम लोग सिद्धता में उस प्रेम में बने रहता है। 12-ാം അധ്യായത്തിന്റെ 31-ാം വാക്യത്തിൽ യോഹന്നാൻ 12 ആണോ? യോഹന്നാൻ 12:31, ഇപ്പോൾ ഈ ലോകത്തിന്റെ ന്യായവിധിയാകുന്നു പറഞ്ഞാൽ ഒരു വിശ്വാസിയെ ദൈവം ന്യായം വിധിക്കുമ്പോൾ ആ വിശ്വാസിയുടെ ഉള്ളിൽ നിന്നും ഭയത്തിന്റെ आत्माവിനെ पुറത്തു കളയുന്നു. यूहन्ना का पुस्तक 12 का 31 में पढ़ते समय में अभी देखो इस जगत का न्याय होता है। मतलब क्या है कि जब इस जगत का न्याय जब होता है, मतलब क्या कि एक पापी के अंदर जो शैतान जो कार्य करता है और डर लाकर गड़बड़ी लाता है, उसका न्याय कर कर उसके अंदर से शैतान को बाहर निकालकर विश्वासी को शांति देता है। അപ്പോൾ അവിശ്വാസികളിൽ ഒരു ഭയത്തിന്റെ ആത്മാവുണ്ട്. इसके लिए अविश्वासियों के अंदर अभी भी भय लाने वाला, डर लाने वाला दुष्टात्मा निवास करता है। ആ ആത്മാവിനെ പുറത്താക്കിക്കൊണ്ട് उस आत्मा को बाहर निकालकर ക്രൂശിൽ എന്ത് ചെയ്യുന്നു? क्रूस में क्या किया? നമ്മള് രക്ഷിക്കപ്പെട്ട ദൈവത്തിനെ കുറിച്ച് വായിക്കുന്നത് റോമാലേഖനം 8-ാം അധ്യായം उद्धार पाया और विश्वासी के विषय में हम पढ़ते हैं रोमियो का पुस्तक 8वां अध्याय में, അതിന്റെ 15-ാം വാക്യം, उसका 15 में, നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസത്വത്തിന്റെ ആത്മാവിനെ അല്ല. तो तुम दासत्व के आत्मा नहीं मिली। എന്ന് പറഞ്ഞാൽ നമ്മളെ ഭയപ്പെടുത്തുന്ന ആത്മാവിനെ അല്ല, നമ്മളെ എപ്പോഴും നിരാശയിലും ദുഃഖത്തിലും ഭയത്തിലും കൊണ്ടുവരുന്ന ആത്മാവിനെ അതിനെ പുറത്താക്കി. അതാണ് നമ്മള് യോഹന്നാൻ 12:31 വായിക്കും, ഞാൻ ഈ ലോകത്തിന്റെ ദൈവത്തിന്റെ ആത്മാവിനെ പുറത്താക്കി കളഞ്ഞു. कि फिर तुम लोग भयभीत होकर तुम लोग जिए। तो इस रीति से हमें भयभीत होकर डरने वाला आत्मा में नहीं दिया है, जिसलिए हमने अभी यूहन्ना में हमने 12 में पढ़ा कि अभी इस जगत का न्याय हो रहा है, क्योंकि हमें भय करने वाला और डर दासत्व में ले जाने वाला आत्मा को बाहर निकाल कर न्याय कर दिया है। എന്നിട്ട് എന്ത് ചെയ്യുന്നു? और फिर क्या किया? അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന സ്വപുത്രന്റെ ആത്മാവിനെ, ഭയപ്പെടുത്താത്ത പിതൃപുത്രത്വത്തിൽ ജീവിക്കുന്ന പിതാവിനെ, ദൈവത്തെ പിതാവേ എന്ന് വിളിക്കുന്ന സ്വപുത്രന്റെ സ്പിരിറ്റിനെ നമ്മുടെ ഹൃദയത്തിൽ തന്നിരിക്കുക. ഇതാണ് ദൈവത്തിന്റെ സമാധാനം. ദൈവത്തിന് ഇത് മഹത്വമാണ്, നമുക്ക് സമാധാനവുമാണ്. जिसकी वजह से ये इस रीति से हमारे अंदर से जो दासत्व और डर का दुष्टात्मा है उसको बाहर निकालकर हमें ले पालकपन का आत्मा हमें देकर, ताकि हम लोग हे अब्बा हे पिता करके पुकार सके। इस रीति से शांति के साथ, आनंद के साथ प्रभु का आत्मा हमें दिया गया है, ताकि हम लोग उसका संतान होकर परमेश्वर को अब्बा पिता करके पुकार सके। ऐसा कार्य करने की वजह से क्या हो रहा है? परमेश्वर को महिमा मिल रहा है। यीशु मसीह के इस कार्य के द्वारा परमेश्वर को महिमा मिल रहा है और हमारे ऊपर अनुग्रह आया, जिसके वजह से हमें शांति मिला। ഭയത്തിന്റെ ആത്മാവ് നമുക്ക് മഹത്വം, നമ്മുടെ അനുഗ്രഹങ്ങൾ മാത്രം അന്വേഷിക്കുന്നു, ദൈവത്തിന്റെ മഹത്വം അന്വേഷിക്കത്തില്ല. അത് ദുഷ്ടാത്മാവിന്റെ ജീവിതമാണ്. तो डर का आत्मा क्या करेगा? वो कैसे भी करके हमें हमें कुछ बातें मिलने के लिए लक्ष्य में कार्य करते रहेगा, परमेश्वर को महिमा देने के लिए कार्य नहीं करेगा। അങ്ങനെയുള്ള ദുരാത്മാവിനെ പുറത്താക്കിയിട്ട്, इस प्रकार का दुष्टात्माओं को बाहर निकालकर, ഭയപ്പെടുത്തുന്ന ആത്മാവിനെ പുറത്താക്കിയിട്ട്, ऐसा डराने वाला आत्मा को बाहर निकालकर, സ്നേഹത്തിന്റെ തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കുന്നു. ആ ഭയത്തുള്ള ആത്മാവിനെ പുറത്താക്കിയിട്ട് ദൈവത്തിന്റെ ആത്മാവ്, അതാണ് ദൈവത്തിന്റെ സ്നേഹം നമ്മളിൽ പകർന്ന പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ തന്നു എന്ന് റോമാലേഖനം 5-ാം അധ്യായത്തിന് 5-ാം വാക്യം കൂടെ വായിക്കാം. और सिद्ध आत्मा को हमें देकर सिद्ध प्रेम में हमें भर दिया, क्योंकि सिद्ध प्रेम क्या करता है? वो डर को बाहर निकालता है। इस प्रेम को हमारे हृदय में उंडेला है करके रोमियो का पुस्तक 5:5 में भी हम पढ़ते हैं। 5:5 पढ़े। और आशा से लज्जा नहीं होती, क्योंकि पवित्र आत्मा जो हमें दिया गया है उसके द्वारा परमेश्वर का प्रेम हमारे मन में डाला गया है। അപ്പൊ ദൈവസ്നേഹം ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ പിന്നെ ദുർശക്തി, സാത്താന് ദൈവസ്നേഹം ഭയങ്കര ഭയമാണെന്ന് പറഞ്ഞാൽ സാത്താന് ദൈവസ്നേഹമില്ല. സാത്താന് വെളിച്ചം, ഈ ദൈവത്തിന്റെ സ്നേഹം വെളിച്ചമാണ്. വെളിച്ചം ഉള്ളിടത്ത് ഇരുളായ സാത്താന് നിൽക്കാൻ കഴിയത്തില്ല. സാത്താൻ പ്രവർത്തിക്കുമ്പോൾ ഉയരത്തിൽ നിന്ന് വരുന്ന ജ്ഞാനം എന്ന് പറയുന്നത് അത് തികഞ്ഞ പരിശുദ്ധിയുള്ളതാണ്, അത് തികഞ്ഞ സമാധാനമുള്ളതാണ്. എന്നാൽ ഹൃദയത്തിൽ അസൂയ, പക, പിണക്കം, ഇതൊക്കെ ദാസത്വത്തിന്റെ ആത്മാവാണ്. ഈ ലോകത്തിന്റെ ദൈവമാണ് ആ ഹൃദയങ്ങളിൽ കൈകാര്യം നടത്തുന്നത്. जिसके अंदर परमेश्वर का ये प्रेम को जिसका हृदय में उंडेला गया है, डाला गया है, उनके जीवन में शैतान कार्य करने नहीं होगा, क्योंकि जहां पर से परमेश्वर का प्रेम, ईश्वरीय प्रेम आया है,
वहां पर शैतान कार्य ना कर सके, उस रीति का डर शैतान में आता है। क्योंकि हमको हमको मिला हुआ प्रेम कहाँ से मिला? स्वर्ग से आया हुआ प्रेम है, ऊपर से आया हुआ प्रेम है। परमेश्वर ज्योति है, तो ये प्रेम पूरा ज्योति से भरा हुआ है। जहां पर ज्योति रहता है वहां पर अंधकार को काम करने नहीं होगा। तो प्रेम से जब हम लोग बढ़ते समय में हम लोग स्वर्ग का सुख, शांति, आनंद और तृप्तता से भरकर विश्वासी जिएगा, ये विश्वासी के अंदर बढ़ते रहेगा। लेकिन जगह पर झगड़ा, द्वेष, ईर्ष्या, नफरत, भेदभाव, इस प्रकार का स्वभाव में बढ़ने वाले लोगों के अंदर शैतान का कार्य होता है। ये सब बातों से हमें बाहर निकालकर प्रभु का प्रेम उंडेल दिया है, ताकि शैतान उसका और दुष्टात्मा का कार्य हमारे अंदर ना हो सके। അതുകൊണ്ടാണ് നമ്മളെ ഹൃദയത്തിൽ വസിക്കുന്ന ആത്മാവ് ദൈവത്തിന്റെ ആത്മാവ് തന്നെയാണോ എന്ന് നമ്മൾ പരിശോധിക്കാൻ 1 യോഹന്നാൻ 4-ാം അധ്യായത്തിൽ പറയും. ദൈവത്തിന്റെ ആത്മാവ് സമാധാനം കൊണ്ടുവരുന്നു. ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് സ്വർഗത്തിൽ പിതാവിനെ മഹത്വപ്പെടുത്തുന്നു. അതിന് കർത്താവായ യേശു ക്രിസ്തുവും പരിശുദ്ധാത്മാവും പിതാവിനെ മഹത്വപ്പെടുത്തുകയും നമ്മൾക്ക് സമാധാനവും സന്തോഷവും തരുവാൻ ആത്മാവിന്റെ പ്രൊഡക്റ്റീവായിരിക്കുന്ന സ്നേഹം, സന്തോഷം, സമാധാനം ഇതെല്ലാം നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് ദൈവവുമായിട്ടുള്ള കൂട്ടായ്മ ജീവിപ്പാൻ ദൈവം നമുക്കൊരു സഹജീവൻ തന്നിരിക്കുകയാണ്. കർത്താവ് വേഗം വരുന്നു. നമുക്ക് കലക്കത്തിന്റെ ദൈവമല്ല നമ്മുടെ ദൈവം, സമാധാനത്തിന്റെ ദൈവമാണെന്ന് സാക്ഷീകരിച്ചുകൊണ്ട് നമുക്ക് അന്യോന്യം പ്രബോധിപ്പിച്ച് ജീവിക്കാം. ദൈവത്തിന്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ. इसके लिए प्रियो, हमें हमें हर एक विश्वासी लोग, हमें परमेश्वर की ओर से हमें आत्मा मिला है कि नहीं, ये बात को परखने के लिए है। पहला यूहन्ना 4:1 में हम पढ़ते हैं, क्योंकि परमेश्वर का ओर से आया हुआ आत्मा यीशु मसीह का कार्य को हमारे अंदर प्रकट कराकर परमेश्वर को महिमा देने का कार्य हमारे अंदर कराता है। इसके लिए इस दुनिया में पवित्र आत्मा और यीशु मसीह है जो हमेशा परमेश्वर को महिमा देने के विषय का संबंध की बातें ही विश्वासियों के जीवन में कराता है। ऐसा कार्य को जब विश्वासी स्वीकारते समय में उसको शांति मिलता है और वो अनुग्रह से भर जाता है, और परमेश्वर को इस रीति से महिमा महिमा प्रदान हो, ऐसा कार्य हमारे अंदर होता है। ऐसा कार्य के लिए है परमेश्वर ने हमारे जीवन में कार्य किया है। इसलिए इस कार्य का अनुभव सारी सभी विश्वासियों के जीवन में उस प्रभु के द्वारा हम सबके अंदर होते रहे, आत्मा का सामर्थ्य हम लोग सब बढ़ते रहे, ताकि उस कार्य के द्वारा, प्रभु पे विश्वास करने के द्वारा हम सब लोग एक जरिया बने परमेश्वर को महिमा दे सके। इस रीति से प्रभु का आत्मा हम सबको इस्तेमाल करे। प्रभु का महिमा हो। आमीन। Praise the Lord.